എറണാകുളം അങ്കമാലിയിൽ ഇടഞ്ഞ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഒന്നാം പാപ്പാൻ പ്രദീപിന്റെ ശസ്ത്രക്രിയ ഇന്നാണ്. നട്ടലിനുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ പ്രദീപ് അങ്കമാലിയിൽ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഇന്നലെ ആനയുടെ ആക്രമണത്തിൽ ലോറി ഡ്രൈവർ വിഷ്ണു മരിച്ച കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകും. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. പറയൂ വിഷ്ണു. ഇന്നലെ ഒരു 3.5 മണിക്കൂറാണ് ഈ കൊല്ലം മയ്യനാട് പാർത്ഥസാരഥി എന്ന ആന ആ പ്രദേശത്തെ ഒന്നാകെ മുൾമുനയിൽ നിർത്തിയത്. അതിനിടയിൽ വിഷ്ണു എന്ന 32-കാരന് ജീവൻ നഷ്ടമായി. ഈ ആനയെ കൊണ്ടുവന്ന ലോറിയുടെ ഡ്രൈവറായിരുന്നു വിഷ്ണു. ഈ ആനയെ തളക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രദീപിന് പരിക്കുപറ്റുന്നത്. നട്ടലിന് പരിക്കുപറ്റി, വാരിയലിനും പരിക്കുപറ്റിയിരുന്നു. അങ്ങനെ പ്രദീപിനെ അങ്കമാലിയിലുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദീപിന്റെ ശസ്ത്രക്രിയ ഇന്ന് നടക്കും. അതിനുശേഷം അത്യാഹിത വിഭാഗത്തിലേക്ക് വീണ്ടും മാറ്റുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ ആന ചവിട്ടിക്കൊന്നതുമായി ബന്ധപ്പെട്ട് അങ്കമാലി പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്താണ് ആനയുടെ പ്രകോപനത്തിന് കാരണമായതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. അതിൽ വിശദമായ പരിശോധന വനംവകുപ്പിന്റെ ഭാഗത്തുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ, ഒരു സമീപത്തുണ്ടായിരുന്ന ഷെഡ് ഒക്കെ ആന അടിച്ചു തകർത്തു. ഇന്നത്തെ ആ ദൃശ്യങ്ങളൊക്കെ ഭയാനകമാണ്. ഇപ്പോഴും നമുക്ക് മുൻപിൽ ആ ദൃശ്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് വിശദമായ ഒരു പരിശോധനയിലേക്ക് വനംവകുപ്പ് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ആനയെ മയക്കുവെടി വെച്ചാണ് തളച്ചത്. അതിനുശേഷം വൈകിട്ട് 4 മണിയോടുകൂടി ആനയെ അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തൊഴിക്കുന്നതിന് വേണ്ടി, ആ ക്ഷേത്രവുമായി ബന്ധമില്ല ആനക്ക്, പക്ഷേ മറ്റൊരു ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊണ്ടുപോകുന്നതിനിടയിൽ തൊഴിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നപ്പോഴാണ് ഒരു പ്രകോപനവും, കാര്യമായ പ്രകോപനവും ഒന്നുമില്ലാതെ ആന ഓടുകയും ഈ പാപ്പാനെയും അതോടൊപ്പം ഡ്രൈവറെ ഉപദ്രവിക്കുകയും ചെയ്തത്. ഓക്കെ, അതിഭീകരമായിരുന്നു ആ രംഗങ്ങൾ. നമുക്ക് കാണാം. ഇപ്പോൾ ഇന്നലെ നടന്ന സംഭവമാണ്. പ്രേക്ഷക സ്ക്രീനിൽ കാണുന്ന ഒരു കാറൊക്കെ തവിട് പൊടിയായി കളഞ്ഞു ആന. അപ്പോൾ ആനയെ തളയ്ക്കാൻ കുറച്ചധികം സമയം എടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൊക്കെ ഇന്നലെ 24 സവിസ്തരം സംപ്രേഷണം ചെയ്തിരുന്നു. 2 വീലറും ഒക്കെ തകർത്തു. ഈ 2 വീലറിൽ പോകുന്ന ആളിനോട് മുൻജന്മ വൈരാഗ്യമുള്ളതുപോലെയാണ് ആന തകർത്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.